ചില പേർക്കെങ്കിലും കുറച്ച് സംശയമുള്ള അല്ലെങ്കിൽ ഈ ആധുനിക കാലത്ത് നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫീൽഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടിട്ട് വലിയ ക്ലാസ് വരെ പഠിക്കുന്നൊരു സംഗതി. 9ാം ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. 10ാം ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററും ഉണ്ട്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. തുടർന്ന് അതിൻ്റേതായ ഹയർ വേർഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതൊരു കോയിനാണെന്ന് നമുക്കറിയാം അല്ലേ. ഈ കോയിൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കോയിൻ എൻ്റെ കയ്യിലുള്ളൂ. ഇതിന് 2 സൈഡുണ്ട്. ഈ സൈഡ് ഹെഡ് എന്ന് പറയും, ഈ സൈഡ് ടെയിൽ എന്ന് പറയും. അതായത് ഹെഡ് എന്ന സൈഡും ടെയിൽ എന്ന സൈഡുള്ള ഒറ്റ കോയിൻ. ഇത് പറഞ്ഞ പോലെയാണ് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഒറ്റ വേർഡാണ് ഇലക്ട്രോമാഗ്നറ്റിസം. എന്നാൽ അതിൽ 2 എണ്ണം ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന ഒരു ഐഡൻറ്റിറ്റിയുള്ള സംഗതിയുണ്ട്, മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ വേറെ ഐഡൻറ്റിറ്റിയുള്ള സംഗതിയുണ്ട്. ഈ 2 സംഗതികളും കൂടിയും ചേർന്നിട്ട് ഇലക്ട്രോമാഗ്നറ്റിസം എന്ന് പറഞ്ഞ ഒരൊറ്റ കോയിനാന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ച് നമുക്ക് മാഗ്നറ്റിസം ഉണ്ടാക്കാൻ സാധിക്കും. മാഗ്നറ്റിസം എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിച്ച് ഇഫക്റ്റ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇവ രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാൽ അവയ്ക്ക് അവയുടേതായ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ടോപ്പിക് എന്ന് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കാം. നമുക്കറിയാം, ചെറിയ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നമുക്ക് ചെറിയ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ, കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, എന്താണ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ? ചാലകമാണ്. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്, ചാലകങ്ങളാണ്. അപ്പോൾ ഈ കോപ്പർ പോലുള്ള, എക്സാമ്പിൾ കോപ്പർ പോലുള്ള സംഗതികൾ, ഈ കണ്ടക്ടറിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ അടുത്തൊരു നീഡിലോ വല്ലതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇരുമ്പ് നീഡിൽ വല്ലതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതേപോലെ തന്നെ നമുക്കറിയാം, ഒരു മാഗ്നറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് വല്ല ഇരുമ്പ് നീഡിലോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ഇരുമ്പ് തരികൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുന്നതായി കാണാം. വളരെ ചെറിയ കുട്ടികളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കൗതുകമുള്ള എക്സ്പെരിമെൻറ്റ്സൊക്കെ ഇതിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അതിനടുത്തിരിക്കുന്ന ഒരു ഒരു നീഡിൽ, ഒരു ഇരുമ്പ് നീഡിൽ എന്തുകൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് അവിടെ എന്തോ ഒരു സംഗതി ഉണ്ട് അല്ലേ. ആ നീഡിലിനെ നമ്മൾക്ക് ഡീവിയേറ്റ് ചെയ്യാൻ തരത്തിൽ എന്തോ സംഗതി അതിലുണ്ട് എന്നാണ് അർത്ഥം പറയുന്നത്. എടുക്കുന്നു, ഈ കണ്ടക്ടറിലൂടെ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുകയാണ്, ഐ എന്ന് പറഞ്ഞൊരു കറണ്ട് പാസ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രോണുകളുടെ ഒരു പ്രവാഹമാണ് കറണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു ബാറ്ററി കണക്ട് ചെയ്ത ഒരു കണ്ടക്ടറിലേക്ക് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്യുന്നു എന്ന് വയ്ക്കുക. എങ്ങനെ കണക്ട് ചെയ്യുക? പൊതുവേ നമ്മൾ എഴുതുന്നത് എന്താണ്? പോസിറ്റീവ് ടെർമിനൽ അല്ലേ. വലിയ വര വരയ്ക്കുന്നത് പോസിറ്റീവ് ടെർമിനലായിട്ടും പ്ലസ് ആയിട്ടും, ചെറിയ വര നെഗറ്റീവ് ടെർമിനലായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മളൊരു സ്വിച്ച് വഴി എന്ത് ചെയ്യുന്നു, ഒരു കണ്ടക്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, AB എന്ന് പറഞ്ഞ ഒരു കണ്ടക്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. വാസ്തവത്തിൽ കറണ്ട് എപ്പോഴും ഒഴുകുന്നത് എന്താണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. കാരണം എന്താ? ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് കറണ്ട് എന്ന് പറയുന്നു. പക്ഷേ കൺവെൻഷനലി എന്ന് വെച്ചാൽ ഇൻ്റർനാഷണലി നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ, പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ കൊടുക്കണം, പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞ് കൊടുക്കണം. പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഒഴുകുന്നു നെഗറ്റീവ് ടെർമിനലിലേക്ക്, അങ്ങനെയാണ് എടുക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് അതാണ്. വലിയ വര, അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആരോ മാർക്ക് ഇടുന്നത്. വാസ്തവത്തിൽ നെഗറ്റീവിൽ നിന്നാണ് പോസിറ്റീവിലേക്ക് ഒഴുകുന്നത് എന്നത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ അതിനടുത്ത് വെച്ചിരിക്കുന്ന നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിന് ചുറ്റും എന്ത് സംഭവിക്കുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയാണ്. അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കറണ്ടിൻ്റെ പോലെ തന്നെ നമുക്ക് ഒരിക്കലും കറണ്ട് നേക്കഡ് ഐസ് വെച്ച് കാണാൻ സാധിക്കില്ല. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും നേക്കഡ് ഐസ് വെച്ച് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്കിതെല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നോക്കുക, ഇതാണ് കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഈ പേനയുടെ ഈ മൊനയുള്ള ഭാഗമാണ്, അതേ ഡയറക്ഷനിലേക്കാണ് കറണ്ട് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. ഇതിന് ചുറ്റും എന്തുണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലെ അകത്തിരിക്കുന്ന നീഡിലിനാണ് ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നത്. സംശയമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അകത്തി നോക്കി നോക്കൂ നിങ്ങൾ. നീഡിൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് ആ നീഡിലിൽ യാതൊരു വേരിയേഷനും വരില്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ ഈ കറണ്ട് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ആ ഏരിയയിൽ വെച്ചിരിക്കുന്ന നീഡിലിന് മാത്രമേ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതെന്ന് അറിയാം. ഇതിന് ചുറ്റുമാണ് ഉണ്ടാകുന്നതെന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂളുണ്ട്. അതിനാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുക. അതായത് ഇതിപ്പോൾ ഒരു കണ്ടക്ടറാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ പേനയുടെ മൊന പോകുന്ന വശത്തേക്കാണ് കറണ്ട് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ റൈറ്റ് ഹാൻഡിൽ ഈ കണ്ടക്ടർ പിടിക്കുക, എന്നിട്ട് തമ്പ് കറണ്ട് ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ പിടിക്കുക. ഇപ്പോൾ മുകളിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്, ഈ പേനയുടെ മുനയുള്ള ഭാഗത്തേക്കാണ് താഴത്തു നിന്ന് കറണ്ട് ഒഴുകുന്നത് വിചാരിക്കുക. അപ്പോൾ അതേ ഡയറക്ഷനിൽ നമ്മുടെ തമ്പ് പിടിക്കുക, റൈറ്റ് ഹാൻഡിലേ പിടിക്കാൻ പാടുള്ളൂ. അങ്ങനെ വെച്ചാൽ റിമൈനിങ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിന് ചുറ്റുമായിരിക്കും അല്ലേ. റിമൈനിങ് ഫിംഗേഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പേനയ്ക്ക് ചുറ്റുമായിരിക്കും.
അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അതായിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വിളിക്കുന്നത്. എടുക്കാവുന്ന മറ്റൊരു ഉദാഹരണമാണ് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ പേപ്പറിൻ്റെ മുകളിലൊക്കെ എടുക്കുക. ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറേ ഇരുമ്പ് പൊടികൾ നമ്മൾ വെതറിയിടുന്നു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റാൻഡമായിട്ട് വെതറിയിടാം. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക? ഈ കാർഡ്ബോർഡിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് അതിന് നോർമലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കണ്ടക്ടർ അതിനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു കണ്ടക്ടർ കടത്തി വിടുന്നു. ഈ കണ്ടക്ടറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യുതി കടത്തി വിടുന്നു. അതായത് സെല്ലായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു കീ ഉപയോഗിച്ച് സെല്ലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പോസിറ്റീവ് ടെർമിനലിൽ എന്ത് ചെയ്യുന്നു? കറണ്ട് ഒഴുകുന്നു. I എന്ന് പറഞ്ഞ ഒരു കറണ്ട് ഒഴുകുന്നു. ഇത് ഒഴുകി തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ ഇരുമ്പ് പൊടികൾ റാൻഡമായിട്ട് നമ്മൾ വെതറിക്കഴിഞ്ഞാൽ ഇരുമ്പ് പൊടികളല്ല ഒരു പ്രത്യേക പാറ്റേണിൽ സെറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. അത് ആരും പറഞ്ഞിട്ടല്ലാതെ സെറ്റ് ചെയ്യപ്പെടുന്നതായി കാണാം. എങ്ങനെ? ഈ കണ്ടക്ടറെ പാസ് ചെയ്യപ്പെടുന്ന ഈ കണ്ടക്ടറിനെ ഒരു സെൻറ്ററായിട്ട് എടുത്താൽ, ഒരു ആക്സിസ് ആയിട്ട് എടുത്തിട്ട് ഇതിന് ചുറ്റും സർക്കിൾ രൂപത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇരുമ്പ് പൊടികൾ അറേഞ്ച് ചെയ്യപ്പെടുന്നത് കാണാം. അതന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കോയിലിന് തൊട്ടടുത്തുള്ള ഇരുമ്പ് പൊടികൾ നല്ല തിക്കായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. വളരെ തിക്കായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുന്നത് കാണാം. പക്ഷെ അത് സർക്കിളായിരിക്കും. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് അകന്ന് പോകുന്നതിനനുസരിച്ചിട്ട് തിക്ക് കുറയും. പക്ഷേ സെയിം പാറ്റേൺ ആയിരിക്കും, സെയിം സർക്കുലർ പാറ്റേൺ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു താൽക്കാലിക കാന്തം ഉണ്ടാക്കാൻ, ഒരു ടെമ്പററി മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ് അയൺ കോർ എടുക്കും. ഒരു പച്ചിരുമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിലൂടെ നമ്മൾ വൈദ്യുതി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു താൽക്കാലിക കാന്തമായി മാറും, ടെമ്പററി മാഗ്നറ്റ്. ഏതുവരെയാണ് അത് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നിലനിൽക്കുക എന്ന് വെച്ചാൽ, അതിലൂടെ കറണ്ട് കടത്തിവിടുന്ന സമയം വരെ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും. അതുവരെ അതൊരു ടെമ്പററി മാഗ്നറ്റ് ആയിരിക്കും, പെർമനൻ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾക്ക് ഈ ചെറിയ കുട്ടികളൊക്കെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോഴും മറ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണാറുണ്ട്. മാഗ്നറ്റിസത്തെ കുറിച്ച് നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ അനുബന്ധമായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കണം. അതറിയുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒരു മാഗ്നറ്റിൻ്റെ പീസ് എടുക്കുക. നമ്മുടെ കയ്യിലൊക്കെ ചെറുപ്പം തൊട്ടിട്ടേ ഒരു മാഗ്നറ്റിൻ്റെ പീസ് ഉണ്ടായിരിക്കും. ഇതിന് നമുക്ക് 2 പോൾ ഉണ്ടായിരിക്കും. ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും. 2 പോളും ഉണ്ടായിരിക്കും എന്ന് പറയാൻ കാരണം അതിൽ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല. 2 പോളായിട്ട് എടുക്കും. ഏത് പോളിനെയാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് പറയുക? നമ്മളിപ്പോൾ പറയാറുണ്ട് ദിശ സൗകര്യത്തിനനുസരിച്ച്. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണോ അതിനെ കിഴക്കായിട്ട് എടുക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ കിഴക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് എന്നുള്ള ലെവലിൽ നമ്മൾ എടുക്കുന്നത്. അതേപോലെ നമ്മൾ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പോൾ നോർത്ത് പോളായിരിക്കും, ഒരു പോൾ സൗത്ത് പോളായിരിക്കും. അതായത് മാഗ്നറ്റിക് ലൈൻസ് എവിടെ നിന്നാണോ പുറപ്പെടുന്നത് ആ പോളിനെ നമ്മൾ നോർത്ത് പോൾ എന്നാണ് പറയുന്നത്. അതായത് നോർത്ത് പോളിൽ നിന്നാണ് മാഗ്നറ്റിക് ലൈൻസ് പുറപ്പെടുക. അതായത് ഈ ഡയറക്ഷനായിരിക്കും. അതേപോലെ ഈ സൈഡിക്കും ഉണ്ടായിരിക്കും, ഈ ഡയറക്ഷനായിരിക്കും. എവിടെ നിന്നാണോ മാഗ്നറ്റിക് ലൈൻസ് പുറപ്പെടുന്നത് അത് നോർത്ത് പോളും. എവിടേക്കാണോ വന്ന് ചേരുന്നത്, ഇത് കണ്ടോ, നോർത്ത് പോളിൽ നിന്ന് പുറപ്പെട്ടിട്ട് സൗത്ത് പോളിലേക്ക് വന്ന് ചേരുന്നു. ആ പോള് ഏത് പോളിലേക്കാണോ മാഗ്നറ്റിക് ലൈൻസ് വന്നു ചേരുന്നത് അതിനെ സൗത്ത് പോൾ എന്ന് പറയുന്നു. എവിടെ നിന്ന് പുറപ്പെടുന്നു അതിനെ നോർത്ത് പോൾ എന്ന് പറയുന്നു. അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റും ഇതേപോലെ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഐസ് കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ, കാന്തത്തിന് ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് ഒരു ഇരുമ്പ് നീഡിൽ കൊണ്ടുവന്ന് വെച്ചാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. എന്ന് വെച്ചാൽ എവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടോ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞാൽ? ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടെ എത്ര മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ട് എന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് നിങ്ങൾക്കറിയാം, വെബർ പെർ മീറ്റർ സ്ക്വയർ, ടെസ്ല എന്ന് പറയും. നമ്മൾ നിക്കോള ടെസ്ലയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രീതിയിൽ ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മൾ AC ജനറേറ്ററിനെ കുറിച്ചും DC ജനറേറ്ററിനെ കുറിച്ചും നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് അൾട്ടർനേറ്റിംഗ് കറണ്ടായ AC ആയാലും ഡയറക്റ്റ് കറണ്ടായ DC ആയാലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ വരുത്തിക്കൊണ്ടാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, ദ ഫിനോമിനൻ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ EMF ഇൻ എ കണ്ടക്ടർ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കണ്ടക്ടർ എന്നാണ് പറയുന്നത്.
ആ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതായത് ഒരു കണ്ടക്ടറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് അഥവാ വേരിയേഷൻ വരുത്തുമ്പോൾ അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം വോൾട്ടേജ്, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ഫിനോമിനനെ, ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFനെ വിളിക്കുന്ന പേരാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ട്. ഈ ഒരു EMF ഉണ്ടെങ്കിൽ അവിടെ ഒരു കറണ്ട് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ബാറ്ററിക്ക് ബാറ്ററിയിൽ നിന്ന് നമുക്ക് കറണ്ട് വലിക്കാൻ സാധിക്കുന്നത് എന്താണ്? ആ ബാറ്ററിക്ക് ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് EMF എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. അതായത് ചില സംഗതികളുടെ, ചില പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ വേരിയേഷൻ വരുമ്പോൾ, ഇപ്പോൾ ഈ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുക. എങ്ങനെ കട്ട് ചെയ്യാൻ സാധിക്കുന്നു? നമുക്കറിയത് കാണാൻ കഴിയാത്തത് കൊണ്ട് നമുക്കൊരു കോയിൽ എടുത്തിട്ട് അതിന് ചുറ്റും, അല്ലെങ്കിൽ വേറൊരു രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിൽ നമ്മളൊരു കോയിൽ കടന്നിട്ട് ചുറ്റുകയാണെങ്കിലും മറ്റും ഡൈനാമോയിലൊക്കെ ചെയ്യുന്നത് പോലെ, ജനറേറ്ററിലൊക്കെ അതാണ് ചെയ്യുന്നത്. രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിൽ കടന്നിട്ട് ഒരു ആർമേച്ചർ കോയിൽ കടന്ന് തിരിയുമ്പോൾ ആ മാഗ്നറ്റിക് ലൈൻസ് കട്ട് ചെയ്യപ്പെടുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു വേരിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അവിടെ എന്തുണ്ടാവുന്നത്? ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ +1 കുറേ ഫാരഡേസ് ലോ പഠിക്കും. വെനെവർ ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ ചേഞ്ചസ് ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാരഡേസ് ലോ, ലെൻസസ് ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ +1 +2 പോലുള്ള സംഗതികളിൽ പഠിക്കും. അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലയിലാണ് 9ാം ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിസം, അതേപോലെ 10ാം ക്ലാസ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് വരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.